ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മള് വോൾ എടുത്തിട്ട് ഒരു പുതിയൊരു ടൈപ്പ് വോൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇത്രയും പോർഷൻസ് വരച്ചു വെച്ചു. ഇനിയിപ്പോ നമുക്കിത് 3D എങ്ങനെയായിരിക്കുന്നതെന്നൊന്ന് കാണണ്ടേ. അപ്പൊ അത് കാണാനായിട്ട് നമുക്ക് ടൈറ്റിൽ ബാറിനകത്ത് തന്നെ ഇതാ ഇവിടെ ഒരു ഹോമിന്റെ ഐക്കൺ കാണാൻ പറ്റും. അതിന് ഡിഫോൾട്ട് 3D വ്യൂ എന്നാണ് ഒരു നെയിം ഇട്ടേക്കുന്നത്. അപ്പോ ആ ഒരു ഹോമിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ 3D വ്യൂ കാണാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പ്രൊജക്ട് ബ്രൗസറിനകത്ത് 3D വ്യൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് 3D എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3D തന്നെ ആയിരിക്കും കിട്ടുക. ഞാൻ ഇവിടുന്ന് ഈ ഒരു 3D വ്യൂവിനകത്തുള്ള ആ 3D വ്യൂവിൽ ഡബിൾ ക്ലിക്ക് 3D ഡബിൾ ക്ലിക്ക് ചെയ്യുവാണ്. അപ്പൊ കണ്ടാവും നമുക്ക് അതിന്റെ ഒരു 3D നമ്മൾ ഏത് ലെവൽ മുതൽ ഏത് ലെവൽ വരെ ക്രിയേറ്റ് ചെയ്തു ആ വോളിന്റെ ഒരു 3D ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പൊ ഞാൻ 3D ക്ലോസ് ചെയ്യുവാണ്. നേരത്തെ മുകളിലുള്ള ആ സെയിം ഐക്കണിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സെയിം 3D കിട്ടും. അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോ ചെയ്തിരിക്കുന്നത്, അപ്പൊ ഞാൻ ഒരു എലിവേഷനിലോട്ട് പോവുകയാണ്. നമ്മളിപ്പോ വരച്ചിരിക്കുന്നത് പ്ലിന്ത് ലെവൽ മുതൽ ലിൻഡൽ ലെവൽ വരെയുള്ള രീതിയിലാണ് വരച്ചിരിക്കുന്നത്. ചില സമയത്ത് നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു കളർ ഷെയ്ഡഡ് ആയിട്ടായിരിക്കത്തില്ല കാണുന്നത്. ചിലപ്പോൾ 2 ലൈൻസ് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലൊക്കെ ആയിരിക്കും, ഒരു സ്കെച്ചിന്റെ രൂപത്തിലൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു റിയലിസ്റ്റിക് വ്യൂയിലോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആയിട്ട് ഈ ഒരു ഓപ്ഷനിലായിട്ട് നമുക്ക് ഇവിടെ വിഷ്വൽ സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും കാണുക. നിങ്ങൾ വരച്ചു കഴിഞ്ഞിട്ട് 3D എടുത്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സൗത്ത് എലിവേഷനിൽ പോയിട്ട് ഇങ്ങനെ സൗത്ത് എലിവേഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാലും ഒക്കെ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻസ് ആയിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും കാണാം. നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു റിയലിസ്റ്റിക് വ്യൂവിലായിരിക്കത്തില്ല കാണുന്നത്. അപ്പൊ നമുക്ക് അതിന് റിയലിസ്റ്റിക് വ്യൂയിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിലോ 2D വയർ ഫ്രെയിം ആക്കണം എന്നുണ്ടെങ്കിലോ ഒക്കെ നമുക്ക് ആ ഒരു വിഷ്വൽ സ്റ്റൈൽ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇതാ ഇവിടെ രണ്ടാമത്തെ ബോക്സ് കാണാൻ പറ്റും, അതാണ് വിഷ്വൽ സ്റ്റൈലിന്റെ ഓപ്ഷൻ. അപ്പൊ ഞാൻ ഒരു വിഷ്വൽ സ്റ്റൈലിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 5 ഓപ്ഷൻസ് കാണാം. ഇതിൽ നമ്മൾ നോർമലി ഇപ്പൊ ഒരു റിയലിസ്റ്റിക് ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ഈ റിയലിസ്റ്റിക് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും കൊടുക്കുക. അത് കൊടുത്തു കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ വ്യൂസിലും ഇപ്പൊ എനിക്ക് സൗത്ത് എലിവേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു റിയലിസ്റ്റിക് വ്യൂ ആയിരിക്കത്തില്ല. അപ്പൊ ഈ വ്യൂവിലും എനിക്ക് അങ്ങനെ റിയലിസ്റ്റിക് ആക്കണം എന്നുണ്ടെങ്കിലും ഞാൻ എഗെയിൻ വിഷ്വൽ സ്റ്റൈലിൽ വന്ന് അതിനെ റിയലിസ്റ്റിക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് റിയലിസ്റ്റിക് ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഏതൊക്കെ വ്യൂസിൽ റിയലിസ്റ്റിക് ആക്കണോ ആ വ്യൂസിലൊക്കെ പോയിട്ട് വേണം നമുക്ക് ഓരോ തവണ റിയലിസ്റ്റിക് ആക്കാൻ. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യൂവിൽ റിയലിസ്റ്റിക് ആക്കി കഴിഞ്ഞാൽ എല്ലാ വ്യൂവിലും അത് ചേഞ്ച് ആവുന്നില്ല. ഓക്കെ ആണല്ലോ? അപ്പൊ ഞാൻ ഇനി സൗത്ത് എലിവേഷനിൽ വന്നു. സൗത്ത് എലിവേഷനിൽ വന്നപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വോൾ വരച്ചിരിക്കുന്ന എവിടെ മുതൽ എവിടെ വരെയാ? പ്ലിന്ത് ലെവൽ മുതൽ ലിൻഡൽ ലെവൽ വരെയാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മുകളിലായിട്ട് ഞാൻ പറഞ്ഞു ഒരു ലിൻഡൽ വോൾ വരയ്ക്കുന്നുണ്ട് നമ്മൾ. അതിന്റെ മുകളിലായിട്ട് അടുത്ത് നമ്മൾ സാധാ വോൾ വരയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ലിൻഡൽ വോൾ വരയ്ക്കാനായിട്ട് നോക്കാം. അപ്പൊ നമ്മൾ ലിൻഡൽ വോൾ എവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ ഇപ്പൊ വരച്ചിരിക്കുന്ന പ്ലിന്ത് ലെവൽ മുതൽ ലിൻഡൽ ലെവൽ വരെയാണ്. അപ്പൊ ലിൻഡൽ വോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ ലിൻഡൽ ലെവലിൽ നിന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് ലെവലാണോ നമ്മൾ എടുക്കുന്നത് ആ ലെവലിന്റെ മുകളിലോട്ടാണ് വോൾ ക്രിയേറ്റ് ആയി വരുന്നത്. അപ്പൊ നമുക്ക് ഈ ലിൻഡൽ ലെവലിന്റെ മുകളിലോട്ടാണ് ലിൻഡൽ വോൾ ക്രിയേറ്റ് ആയി വരുന്നത്. സോ നമ്മൾ ഏത് ലെവൽ എടുക്കും? ലിൻഡൽ ലെവൽ എടുക്കും. അപ്പൊ ഞാൻ ഇവിടുന്ന് ലിൻഡൽ ലെവൽ എന്ന് പറയുന്ന ലെവൽ ഫ്ലോർ പ്ലാൻ ചെയ്ത് ചൂസ് ചെയ്യും. ഞാൻ ലിൻഡൽ ലെവൽ ഡബിൾ ക്ലിക്ക് ചെയ്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ ലിൻഡൽ ലെവൽ വരുമ്പോഴേക്കും ചില സമയത്ത് ഈ ഒരു പ്ലാൻ വ്യൂ നമുക്ക് കാണണം എന്നില്ല. ഓക്കെ, ഞാൻ വരച്ചിരിക്കുന്ന ഈ പ്ലാൻ വ്യൂ ചിലപ്പോൾ നമുക്ക് കാണണം എന്നില്ല. അപ്പൊ ആ ഒരു പ്ലാൻ വ്യൂ ഇൻ കേസ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഇവിടെ നമുക്ക് പ്രോപ്പർട്ടീസിനകത്ത് റേഞ്ച് ബേസ് ഇവിടെ അണ്ടർലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ടാവും. അതിനകത്ത് റേഞ്ച് ബേസ് ലെവൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് നണ്ണായിരിക്കും കിടക്കുക. അതായത് ഇവിടെ നണ്ണെന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു നണ്ണെന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും കിടക്കുക. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ആ പ്ലാൻ വ്യൂ ഇതിനകത്ത് കാണാൻ പറ്റാത്തത്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്ത് കൊടുക്കണം എന്ന് വെച്ചാൽ റേഞ്ച് ബേസ് ലെവല് മാറ്റിയിട്ട് പ്ലിന്ത് ലെവൽ ആക്കി കൊടുക്കുക. അതായത് നൺ മാറ്റിയിട്ട് പ്ലിന്ത് ലെവൽ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻ വ്യൂസിൽ ഇത് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഞാൻ ലിൻഡൽ ലെവലിൽ വന്നു. ഇനി നമുക്ക് ആ ലിൻഡൽ വോള് വരച്ചു കൊടുക്കും.
ആ ലിൻഡൽ വോൾ വരയ്ക്കാനായിട്ട് നമ്മളൊരു ലിൻഡൽ വോൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ആകെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഏത് വോളാണ്? വോൾ 23 എന്ന് പറയുന്ന വോളാണ്. ഇതിപ്പോ ഈ ഒരു പ്രൊജക്ട് ഞാൻ ഓൾറെഡി നേരത്തെ വരച്ച് പ്രാക്ടീസ് ചെയ്ത് വെച്ചിരുന്ന ഒരു ഫയലാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വോളൊക്കെ ഇതിനകത്ത് കാണും. സോ അത് കുഴപ്പമില്ല. ഞാൻ എങ്ങനെയാണ് പുതിയൊരു വോൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ വോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫയൽ ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ എന്ത് വോളാണോ ക്രിയേറ്റ് ചെയ്തത് അതേ കാണത്തുള്ളൂ. അപ്പൊ എനിക്ക് ഇതിനകത്തൊരു ലിൻഡൽ വാൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഈ PCC വാളും പ്ലിന്ത് വാളൊക്കെ ഞാൻ പിന്നീട് നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വാളുകളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു വാളുകളൊന്നും കാണാൻ പറ്റത്തില്ല. അതൊക്കെ നമ്മൾ പിന്നീട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഞാനിവിടെ എനിക്കൊരു ലിൻഡൽ വാൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടുത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഓൾറെഡി വെച്ചിരിക്കുന്ന വോൾ 23 തന്നെ സെലക്ട് ചെയ്യുവാണ്. അതിനെയാണ് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഒരു ലിൻഡൽ വാൾ ആക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇല്ല, എഡിറ്റ് ചെയ്യില്ല. കാരണം എനിക്ക് ആ വോൾ 23 വേണം, അതുപോലെ തന്നെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ലിൻഡൽ വാളും വേണം. സോ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടാണ് അതിനെ എഡിറ്റ് ചെയ്യാൻ പോവുക. ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു. അതിന് പേര് കൊടുക്കാൻ പോകുന്നത് ലിൻഡൽ വാൾ 2 എന്ന് കൊടുക്കുകയാണ്. കാരണം ഞാൻ ഓൾറെഡി ലിൻഡൽ വാൾ എന്നിട്ടൊരു വാൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെ ലിൻഡൽ വാൾ 2 എന്ന് നെയിം കൊടുക്കുകയാണ്. എന്നിട്ട് ഓക്കെ കൊടുക്കും. അപ്പൊ ഇനി ലിൻഡൽ വാൾ 2 എന്ന് പറഞ്ഞിട്ടൊരു വാൾ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടി മാറ്റി കൊടുക്കണം. നേരത്തെ ഉള്ളത് ബ്രിക്ക് വാളിന്റെ പ്രോപ്പർട്ടിയാണ് ഇപ്പൊ കിടക്കുന്നത്. അപ്പൊ നമുക്ക് മാറ്റി അതിനെ ലിൻഡൽ വാളിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ നമുക്ക് സ്ട്രക്ചറിനകത്ത് എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് എടുക്കുക. എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലിൻഡൽ വാളിന്റെ എല്ലാ കാര്യങ്ങളും കാണാം. ബ്രിക്ക് വാളിന്റെ എല്ലാ പ്രോപ്പർട്ടീസും നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ വേറെ ഒരു കാര്യവും ചേഞ്ച് ചെയ്യേണ്ട. ആകെ ചേഞ്ച് ചെയ്യേണ്ടത് ആ ബ്രിക്ക് മാറ്റി കൊടുത്തിട്ട് കോൺക്രീറ്റിന്റെ ഒരു മെറ്റീരിയൽ ആ സെന്റർ പോർഷനിൽ ആ ഒരു കോൺക്രീറ്റിന്റെ മെറ്റീരിയൽ കൊടുക്കാന്നുള്ളതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്സ്. അല്ലാതെ നമ്മൾ ഇതിന്റെ തിക്നെസ്സോ കാര്യങ്ങളോ ഒന്നും മാറ്റുന്നില്ല. കാരണം നമ്മൾ കറക്റ്റ് 23 വാളിന്റെ അതേ തിക്നെസ്സിൽ തന്നെയാണ് നമുക്ക് ലിൻഡൽ വാൾ വേണ്ടത്. ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ബ്രിക്കിന് പകരം നമ്മൾ കോൺക്രീറ്റിന്റെ മെറ്റീരിയൽ അവിടെ അസൈൻ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇവിടുത്തെ ബ്രിക്ക് കോമൺ എന്ന് പറയുന്ന ആ മെറ്റീരിയൽ മാറ്റി കൊടുക്കാൻ പോവാണ്. സോ ആ ബ്രിക്ക് കോമൺ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉള്ള പോർഷനിൽ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അപ്പൊ നമുക്കിവിടെ 3 ഡോട്ട് കാണാൻ പറ്റും. ആ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ലിൻഡൽ വാളിൽ നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് കോൺക്രീറ്റ് കാസ്റ്റിംഗ് സിറ്റി എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ് നമ്മൾ ആ സെൻട്രൽ പൊസിഷനിലായിട്ട് കൊടുക്കുന്നത്. ഞാൻ ആ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്തു. അതിനുശേഷം ഓക്കെ കൊടുത്തു. അപ്പൊ ഇനി നമുക്ക് പ്രിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ബ്രിക്ക് ആയിരിക്കില്ല കാണുന്നത്, ഒരു കോൺക്രീറ്റ് മെറ്റീരിയൽ ആയിട്ട് കാണുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? അപ്പൊ കണ്ടോ ഇവിടെ ലിൻഡൽ വാൾ. ഹലോ, എന്താ കോർ ബൗണ്ടറി പുറത്തേക്ക് ഉള്ളിലേക്കാക്കണ്ട? അത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അങ്ങനെ ആക്കണം എന്നുള്ളത് നിർബന്ധമില്ല. ആക്കണം എന്നുണ്ടെങ്കിൽ ആക്കാം കേട്ടോ. എന്നാലും ആക്കിയില്ലെങ്കിലും നമുക്ക് കറക്റ്റ് സ്ട്രക്ചർ കിട്ടും. നമ്മുടെ കറക്റ്റ് സ്ട്രക്ചറിൽ തന്നെ കിട്ടുന്നത്. ഞാൻ ഇത് ഇപ്പൊ കോർ ബൗണ്ടറിക്ക് പുറത്തേക്ക് ആക്കിയിട്ടില്ല, എങ്കിലും നമ്മുടെ സ്ട്രക്ചർ കറക്റ്റ് ആയിട്ടല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലിൻഡൽ വാൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ ലിൻഡൽ വാൾ വരയ്ക്കാൻ പോവാണ്. നമ്മൾ വരയ്ക്കുന്നത് ഏത് ലെവലിലാണ്? ലിൻഡൽ ലെവലിലാണ്, അത് ഓർക്കുക. എന്നിട്ട് നമ്മൾ ലെവൽ സെറ്റ് ചെയ്യണം. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എവിടെ എൻഡ് ചെയ്യുന്നു എന്നുള്ള ലെവൽ സെറ്റ് ചെയ്യണം. സോ ഇവിടെ ബേസ് കൺസ്ട്രെയിൻ കാണാൻ പറ്റും. അവിടെ ലിൻഡൽ ലെവൽ എന്ന് പറയുന്ന ലെവൽ കൊടുക്കുക. ഇവിടെ അത് 0 ആയിരിക്കും കേട്ടോ. ബേസ് ഓഫ്സെറ്റ് നിങ്ങൾ എടുക്കുന്ന ടൈം 0 ആയിരിക്കും. അത് 0 ആണോ എന്നുള്ളത് നോക്കുക. കാരണം നമുക്ക് ബേസ് ഓഫ്സെറ്റിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാൾ ഇപ്പോൾ ലിൻഡൽ ലെവലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും എനിക്ക് ലിൻഡൽ ലെവലിൽ നിന്ന് ഒരു 15 സെന്റിമീറ്റർ മുകളിലോട്ട് നിൽക്കുന്ന രീതിയിലാണ് ആ വാൾ വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ബേസ് ഓഫ്സെറ്റിന്റെ അവിടെ ഒരു 15 സെന്റിമീറ്റർ എന്ന് കൊടുക്കും. അത് ഞാൻ എങ്ങനെയാന്നുള്ളത് അടുത്ത ഈ ഒരു ലിൻഡൽ വാൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് കാണിച്ചു തരാം കേട്ടോ. ആ ഒരു ബേസ് ഓഫ്സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ചേഞ്ച് വരുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ലിൻഡൽ വാള് ബേസ് കൺസ്ട്രെയിൻ ലിൻഡൽ വാൾ സെറ്റ് ചെയ്തു. ബേസ് ഓഫ്സെറ്റ് നമ്മൾ വേറെ കൊടുക്കേണ്ട 0 എന്ന് പറയുന്ന വാല്യൂ ആണ് കൊടുക്കേണ്ടത്. കാരണം എനിക്ക് കറക്റ്റ് ലിൻഡൽ ലെവലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ടോപ്പ് കൺസ്ട്രെയിൻ കൊടുക്കാം. നമ്മളിവിടെ ലിൻഡൽ എവിടെ എൻഡ് ചെയ്യും എന്നുള്ളൊരു ലെവലൊന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല അല്ലെ. നമ്മൾ ആകെ സെറ്റ് ചെയ്തിരിക്കുന്ന ലെവൽസ് ഏതൊക്കെയാ? ലിൻഡൽ ലെവൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, ലിൻഡൽ ലെവൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് കൊടുത്തിരിക്കുന്ന റൂഫിന്റെ ബോട്ടം ആണ്. അല്ലാതെ ലിൻഡൽ ലെവൽ എവിടെ എൻഡ് ചെയ്യും എന്നുള്ള ലെവൽ കൊടുത്തിട്ടില്ല. ലിൻഡൽ ലെവൽ സ്റ്റാർട്ട് ചെയ്യുന്ന ലെവൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻ കേസ് അങ്ങനെ ഒരു ലെവൽ ഇല്ല എന്നുണ്ടെങ്കിൽ ടോപ്പ് കൺസ്ട്രെയിനകത്ത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് അൺകണക്റ്റഡ് എന്ന് പറയുന്ന ഓപ്ഷൻ, ആ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് നമുക്കിപ്പോ എത്ര ഹൈറ്റിലാണ് ആ ലിൻഡൽ വാൾ വേണ്ടതെന്നുള്ളത് താഴത്തെ ഈ അൺകണക്റ്റഡ് ഹൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുക്കാം.
അപ്പൊ ലിൻഡൽ വോള് എനിക്ക് വേണ്ട ഹൈറ്റ് എന്ന് പറയുന്നത് 15 സെന്റിമീറ്ററിലാണ്. സോ ഞാൻ ഇവിടുന്ന് 15 എന്ന് എൻ്റർ ചെയ്തു. ഓക്കെ, അതിനുശേഷം നമുക്ക് ലിൻഡൽ വോള് വരച്ചു കൊടുക്കാം. ഓൾറെഡി നമ്മൾ ബേസിക് ആയിട്ട് ഒരു വോള് വരച്ചിട്ടുണ്ട്. അത് തന്നെ റെഫറൻസ് ആക്കിയിട്ടാണ് നമ്മൾ ലിൻഡൽ വോൾ വരയ്ക്കുന്നത്. അപ്പൊ നമ്മൾ ഒന്നുകൂടെ എടുത്ത് നേരത്തെ പോലെ വോള് വരയ്ക്കുന്ന കണക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി റെഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് പിക്ക് ലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. കണ്ടോ? ആ ഒരു പിക്ക് ലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ സൂം ചെയ്യുമ്പോൾ ഓരോ വാൾസിന്റെയും സെന്റർ ലൈൻ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ആ ഒരു ലൈൻ പിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് പൊസിഷനിലായിട്ട് നമ്മുടെ ലിൻഡൽ വോള് അവിടെ അറ്റാച്ച്ഡ് ആയിരിക്കും. ഇവിടെ ഇങ്ങനെ സൂം ചെയ്യുമ്പോൾ ഇവിടെ ഒരു വോള് കാണും. ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, അവിടെ കണ്ടോ പുതിയൊരു വോള് ക്രിയേറ്റ് ആയി വന്നു. ഇൻ കേസ് നമ്മൾ ഒരു വരച്ച സ്ഥലത്ത് തന്നെ അടുത്തൊരു വോളും കൂടെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാർണിംഗ് സിമ്പിൾ കാണിക്കും കേട്ടോ, 2 വാൾസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നു എന്നുള്ളത്. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്താ ഇവിടെ ആയിട്ട് ഒരു വോൾ വരച്ചു. ഓക്കെ, ഞാൻ പിന്നെ അതിന്റെ മുകളിൽ കൂടെ ഒരു വോൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ ഒരു വാർണിംഗ് സിമ്പിൾ കാണിക്കും. വാൾസ് ഓവർലാപ്പ് ചെയ്യുന്നു എന്നുള്ളത് വാർണിംഗ് സിമ്പിൾ കാണിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഓവർലാപ്പ് ആവാൻ പാടില്ല. നമ്മൾ വരച്ചതിന്റെ മുകളിൽ കൂടെ ഒന്നുകൂടെ വരയ്ക്കരുത്. അങ്ങനെ ഇൻ കേസ് വരച്ചു പോയാൽ അതിനെ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. നമ്മളിപ്പം ആ ഒരു നേരത്തെ വരച്ചതിന്റെ മുകളിൽ കൂടെ വരച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ആ ഒന്നിന്റെ മണ്ടയിൽ ഒന്ന് വരച്ചതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ നമ്മൾ ആ വോള് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആയിട്ട് ഷോ റിലേറ്റഡ് വാർണിംഗ്സ് ഒരു വാർണിംഗ് സിമ്പൽ ഇവിടെ കാണിക്കും. ദാറ്റ് മീൻസ് അവിടെ നമ്മൾ എന്തോ ഒരു തെറ്റ് മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു മിസ്റ്റേക്ക് അവിടെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വാർണിംഗ് കാണിക്കുന്നത്. ഇൻ കേസ് ഞാൻ ആ ഒരു വോളിന്റെ മുകളിൽ വരയ്ക്കാത്ത ഏതെങ്കിലും ഒരു വോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വാർണിംഗ് കാണിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അതിന്റെ മുകളിൽ ഞാൻ വേറൊന്നും വരച്ചിട്ടില്ല, കറക്റ്റ് ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വാർണിംഗ് സിമ്പൽ കാണിക്കുന്നുണ്ട്. കാരണം എന്താണ്, വരച്ചതിന്റെ മുകളിൽ കൂടെയാണ് ഞാൻ വരച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ അത് ഡിലീറ്റ് ചെയ്യുവാണ്. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വാർണിംഗ് സിമ്പൽ ഇവിടെ കാണിക്കത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി പോർഷനിലെല്ലാം വോൾ വരച്ചു കൊടുക്കാം. പിക്ക് ലൈൻ തന്നെ ചൂസ് ചെയ്യാം, സൂം ചെയ്യാം, സെന്റർ ലൈൻ പിക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ എല്ലാ വാൾസിന്റെയും സെന്റർ ലൈൻ ഇങ്ങനെ പിക്ക് ചെയ്തു. ഞാനിങ്ങനെ എല്ലാ വാളിന്റെയും സെന്റർ ലൈൻ ഇങ്ങനെ പിക്ക് ചെയ്തു. കറക്റ്റ് സെന്റർ ലൈൻ തന്നെ വരയ്ക്കണം. ഞാൻ നേരത്തെ പിക്ക് ചെയ്ത സ്ഥലം മാറിപ്പോയി, അതുകൊണ്ടാണ് വാർണിംഗ് സിമ്പൽ വന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എല്ലാ പോർഷനിലും ആ വോള് വരച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് 3D പോയെന്ന് നോക്കാം. ഞാൻ 3D എടുത്തു. കണ്ടോ, ഇത് മുതല് നമ്മുടെ പ്ലിന്ത് വോള് വരച്ചിരിക്കുന്നത് കണ്ടോ, 2 ലെയർ ആയിട്ട് കാണുന്നുണ്ടോ? പ്ലിന്ത് വോള് വരച്ചിരിക്കുന്നത് ഇത്ര പോർഷനിലും അതിന്റെ മുകളിൽ വരച്ചിരിക്കുന്നത് ഇത്ര പോർഷൻ എന്ന് പറയുന്നത് ലിൻഡൽ വോളും ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അതായത് എനിക്ക് ഇതിന്റെ ഒരു സെക്ഷൻ വ്യൂ കാണണം എന്ന് വിചാരിക്കാം. ഇതിനെ ഒരു കട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യൂ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടീസിനകത്ത് വരുമ്പോൾ ഇവിടെ എക്സ്റ്റൻസ് എന്ന് പറയുന്ന ഓപ്ഷന്റെ അകത്ത് താഴെയായിട്ട് സെക്ഷൻ ബോക്സ് കാണാൻ പറ്റും. അവിടെ ഒരു ബോക്സ് കാണാം, അതിപ്പോ ഓഫ് ആണ്. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അതൊന്ന് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സെക്ഷൻ ബോക്സ് വിസിബിൾ ആവും. ഞാൻ ജസ്റ്റ് അതൊന്ന് ടിക്ക് ചെയ്യുവാണ്. എന്നിട്ട് ബോക്സിന്റെ കഴ്സർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ബോക്സ് കാണാൻ പറ്റും. ഇതിനെയാണ് സെക്ഷൻ ബോക്സ് എന്ന് പറയാ. ഈ സെക്ഷൻ ബോക്സിനെ സെലക്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് കുറച്ച് ആരോ മാർക്സ് കാണാൻ പറ്റും. അതായത് എനിക്കിതിനെ ഇവിടെ നിന്ന് എനിക്ക് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങോട്ടാണ് കട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു ആരോ മാർക്ക് യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കാണും. അത് നോക്കിക്കഴിഞ്ഞാൽ താഴ്ന്ന് ഇത്ര വരെ എന്താണ് ഒരു പ്ലിന്ത് വോൾ ബ്രിക്ക് വോൾ വരച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത്ര പോർഷനിൽ ലിൻഡൽ വോൾ വരച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് എനിക്ക് ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ടാവും. ആ ഒരു ആരോ മാർക്ക് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും. ഇങ്ങനെ നമുക്ക് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും കട്ട് ചെയ്ത് കാണാനായിട്ട് പറ്റും. ഇതാണ് സെക്ഷൻ ബോക്സിന്റെ യൂസ്. ഇനി നമുക്ക് ആ സെക്ഷൻ ബോക്സ് അവിടുന്ന് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പ്രൊജക്ട് ബ്രൗസർ പ്രോപ്പർട്ടീസിനകത്ത് തന്നെ സെക്ഷൻ ബോക്സിനെ ടിക്ക് ചെയ്തിരിക്കുന്നത് ടിക്ക് ഓഫ് ചെയ്യുക. ബോക്സിന്റെ കഴ്സർ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് പഴയ രൂപത്തിൽ നമ്മൾ ഇതിലേക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് നമുക്ക് സെക്ഷൻസ് കിട്ടുക. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ഒരു കാര്യം കൂടെ പറയാന്ന് പറഞ്ഞു. അതായത് ബേസ് ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്താന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. ഞാനിപ്പോ ഈ ഒരു വോളിനെ സെലക്ട് ചെയ്തു. ഇതിപ്പോ കറക്റ്റ് നിൽക്കുന്നത് എവിടെയാ, പ്ലിന്ത് ലെവലിലാണ് നിൽക്കുന്നത് അല്ലെ. പക്ഷെ എനിക്കിപ്പോ വേണ്ടത് ഈ വോള് പ്ലിന്ത് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ എനിക്ക് പ്ലിന്ത് ലെവലിൽ നിന്ന് കറക്റ്റ് പ്ലിന്ത് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണ്ട. ഒരു പ്ലിന്ത് ലെവലിൽ നിന്ന് ഒരു 10 സെന്റിമീറ്റർ മുകളിലോട്ട് നിന്നിട്ട് വേണം എനിക്കത് സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ബേസ് ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്.
അവിടെ വേണമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ ഒരു 10 സെന്റിമീറ്റർ മുകളിലോട്ട് മാറിയാണ് പ്ലിന്ത് ലെവലിൽ നിന്ന് 10 സെന്റിമീറ്റർ മുകളിലോട്ട് മാറിയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ ബേസ് ഓഫ്സെറ്റിന്റെ അവിടെ 10 എന്ന് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ആ വാൾ മാത്രം പ്ലിന്ത് ലെവലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്ലിന്ത് ലെവലിൽ നിന്നും നമ്മൾ കൊടുത്ത ഹൈറ്റ് മാറിയാണ് വന്നിരിക്കുന്നത്. അത് റൊട്ടേറ്റ് ചെയ്തൊന്ന് കാണിച്ചു തരാം. കേട്ടോ, കുറച്ച് പൊങ്ങിയല്ലേ ബാക്കിയുള്ള വാളിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പൊങ്ങിയാണ്. അപ്പൊ ഇതാണ് ബേസ് ഓഫ്സെറ്റിന്റെ യൂസ് എന്ന് പറയുന്നത്. ഈ ബേസ് ഓഫ്സെറ്റിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്താ ബേസ് ഓഫ്സെറ്റ് എന്ന് മനസ്സിലായോ? ഹലോ, हाँ मैम। അപ്പം നമുക്ക് അടുത്ത ബാക്കി മൂന്നാമത്തെ ലെയർ ആയിട്ടുള്ള ബാക്കി വോൾ വരയ്ക്കാം. ഇപ്പൊ നമ്മൾ വരച്ചിരിക്കുന്നത് എവിടം വരെ വരച്ചിട്ടുണ്ട്? ലിൻഡ് ലെവലിൽ നിന്ന് ലിൻഡൽ ലെവൽ വരെ വരച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 15 സെന്റിമീറ്റർ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വോൾ വേണ്ടത് എവിടെ നിന്നാണ്? ഈ ലിൻഡൽ ലെവലിൽ നിന്ന് 15 സെന്റിമീറ്റർ മാറി സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെ എൻഡ് ചെയ്യണം? റൂഫ് ബോട്ടം, ഈ ഒരു റൂഫ് ബോട്ടം എന്ന് പറയുന്ന ലെവൽ വരെ എൻഡ് ചെയ്യുന്ന ഒരു വാളാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അത് ഏത് വാളായിരിക്കും കൊടുക്കുന്നത്? നമ്മുടെ നോർമൽ ബ്രിക്ക് വാൾ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഏത് ലെവലിൽ പോകും? ലിൻഡൽ ലെവലിൽ തന്നെ പോയാൽ മതി. കാരണം നമ്മൾ ലിൻഡൽ ലെവലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ലിൻഡൽ ലെവലിൽ നിന്നും ഒരു 15 സെന്റിമീറ്റർ മാറിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ ലിൻഡൽ ലെവലിൽ തന്നെ അഗെയിൻ പോവാണ്. എന്നിട്ട് ഞാൻ ആർക്കിടെക്ചർ ടാബിൽ വാൾ എടുത്തു. നമ്മുടെ സാധാ വാൾ 23 നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആ വാൾ എടുത്തു. ആ വാൾ എടുത്ത ശേഷം നമുക്ക് ലെവൽ സെറ്റ് ചെയ്യാം. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? ലിൻഡൽ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ലിൻഡൽ ലെവലിൽ നിന്നും ഓൾറെഡി 15 സെന്റിമീറ്ററിൽ നമ്മളൊരു ലിൻഡൽ വാൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത വാൾ വേണ്ടത്. അപ്പൊ അല്ലാതെ ഇപ്പൊ ഞാൻ ഒന്ന് ഡയറക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് വാൾസുകൾ തമ്മിൽ ഓവർലാപ്പ് ആവും. സോ നമ്മൾ അങ്ങനെ കൊടുക്കരുത്. എത്രയാണോ നമുക്ക് എത്ര കഴിഞ്ഞിട്ടാണോ നമ്മൾ അടുത്ത വാൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഹൈറ്റ് ഇവിടെ കൊടുക്കുക. നമ്മൾ ലിൻഡൽ വാൾ 15 സെന്റിമീറ്ററിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ അത്രയും കഴിഞ്ഞിട്ട് വേണം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ. സോ ബേസ് ഓഫ്സെറ്റ് ഞാൻ 15 എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ അടുത്ത ടോപ്പ് കൺസ്ട്രെയിൻ എവിടെ വരെ എൻഡ് ചെയ്യണം എന്നുള്ള ലെവൽ സെറ്റ് ചെയ്യാം. ഓൾറെഡി നമ്മൾ വാൾ എൻഡ് ചെയ്യുന്ന ലെവൽ റൂഫ് ബോട്ടം എന്ന് പറഞ്ഞിട്ടൊരു വാൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്തു. കറക്റ്റ് ലെവൽ സെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് വാൾ അവിടെ ക്രിയേറ്റ് ആയി കിട്ടത്തില്ല കേട്ടോ. അപ്പൊ ഇത്രയും വാളുകൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ലെവൽസ് എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പൊ ഞാൻ എഗെയിൻ ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു റെഫറൻസിനായിട്ട് വാൾ ഉണ്ട്. നമുക്ക് ഒന്നുകൂടെ വരച്ചു കൊടുക്കേണ്ടതായിട്ടില്ല. പിക്ക് ലൈൻ ചൂസ് ചെയ്ത് നേരത്തെ പോലെ സെൻട്രൽ ലൈൻ വെച്ച് അങ്ങ് പിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ കറക്റ്റ് ആയിട്ട് ആ വാൾസ് ഇവിടെ വരും. വരച്ചു എല്ലാ പോർഷനിലായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് 3D ഒന്ന് പോയി നോക്കാം. കണ്ടോ, മൂന്നാമത്തെ ലെയർ ക്രിയേറ്റ് ആയി. ഫസ്റ്റ് ലെയർ നമ്മുടെ നോർമൽ ബ്രിക്ക് ബോൾ വരച്ചു. അടുത്ത ലെയർ ലിൻഡൽ ബോൾ ആണ്. അതിന്റെ മുകളിൽ അടുത്ത ലെയർ നമ്മുടെ നോർമൽ ബ്രിക്ക് ബോൾ ആണ്. നമുക്ക് ഇതൊന്ന് സെക്ഷൻ വ്യൂവിൽ നോക്കിയാലോ, ഇത് എങ്ങനെയാണ് ഇതിന്റെ സെക്ഷൻ ഇരിക്കുക എന്നുള്ളത്. പ്രോപ്പർട്ടീസിനകത്ത് സെക്ഷൻ ബോക്സ് ഉണ്ട്, അത് ഓൺ ആക്കുക. മൗസിന്റെ കഴ്സർ ഇങ്ങോട്ടേക്ക് കൊണ്ടെടുക്കുക, ബോക്സ് എടുക്കുക. ആ ബോക്സിനെ ക്ലിക്ക് ചെയ്ത ശേഷം ഈ ആരോ മാർക്ക് യൂസ് ചെയ്ത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത്രയും പോർഷൻ വരെ ബ്രിക്ക് ബോൾ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലിൻഡൽ ബോൾ ഉണ്ട്. അത് കഴിഞ്ഞ് സാധാ ബ്രിക്ക് ബോൾ ഉണ്ട്. ഇങ്ങനെ നമുക്ക് 3 ലെയർ ആയിട്ട് വേണം വോള് ക്രിയേറ്റ് ചെയ്യാൻ. ഈ വോള് ക്രിയേറ്റ് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ഒരു PDF എടുക്കാം. ഇതിനകത്ത് PDF തന്നിട്ടുണ്ട്. എവിടെയൊക്കെ കുറച്ച് ഡോസ്, ഇവിടെയൊക്കെ നമുക്ക് W3 എന്ന് പറയുന്ന വിൻഡോ വരുന്നുണ്ട്, പിന്നെ ഡോസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള കമ്പോണൻസ് പ്ലേസ് ചെയ്യാം. അപ്പൊ ഞാൻ ഡോർ ആണ് അത് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഡോർ പ്ലേസ് ചെയ്യാനായിട്ട് ഞാൻ അഗൈൻ റെവിറ്റ് സോഫ്റ്റ്വെയറിൽ വന്നു. പ്ലിന്ത് ലെവലിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ പ്ലിന്ത് ലെവലിൽ വന്ന ശേഷം നമുക്ക് ഡോർ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും നേരം നമ്മൾ എന്താ ചെയ്തത്? വോൾ എന്ന് പറയുന്ന കാറ്റഗറിയാണ് യൂസ് ചെയ്തത്. അപ്പൊ അടുത്ത ഡോർ ആണ് വെക്കാൻ പോകുന്നത്. സോ ആർക്കിടെക്ചർ ടാബിൽ തന്നെ ഡോർ എന്ന് പറയുന്ന ഒരു കോഡ് ഉണ്ടാവും, സോറി ഓപ്ഷൻ ഉണ്ടാവും. ഞാൻ ഓൾറെഡി കുറച്ച് ടൈപ്പ് ഡോർസ് നേരത്തെ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഡോറിലെല്ലാം കാണുന്നത്. നിങ്ങൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഈ ഒരു M സിംഗിൾ ഫ്ലഷ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഡോറ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ
ഈ ഒരു ഇപ്പൊ നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ ഈ സിംഗിൾ ഫ്ലഷേ കാണത്തുള്ളൂ. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡോസ് ആണ് ഇതിനകത്ത് വെക്കേണ്ടത്. ഈ ഒരു ടൈപ്പ് അല്ല വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് റെവിറ്റിനകത്ത് ഒരു ലൈബ്രറി ഉണ്ടാവും. ആ ലൈബ്രറിക്കകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡോസ് കാണാൻ പറ്റും. ഈ ഒരു ലൈബ്രറിയിൽ മാത്രമല്ല, നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് റെവിറ്റ് സിറ്റി എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. അതിനകത്തും നമുക്ക് ഇഷ്ടപ്പെട്ട കമ്പോണൻസ്, ഒരുപാട് കമ്പോണൻസ് ഉണ്ടാവും. അതിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഈ കാണുന്ന ഡോസുകൾ അല്ലാതെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡോസ് ഒക്കെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിലിപ്പോ നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ ഈ ഒരു ടൈപ്പ് ഡോറേ കാണത്തുള്ളൂ. അപ്പൊ എനിക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡോർ വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാല്, നമ്മൾ ആ ഡോർ എന്ന് പറയുന്ന ടൂൾ എടുത്തു കഴിയുമ്പോൾ ഇവിടെ ലോഡ് ഫാമിലി എന്ന് പറയുന്ന ഓപ്ഷൻ വരും. ഓക്കെ, ആ ഒരു ലോഡ് ഫാമിലിയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലൈബ്രറീസ് എവിടെയാണോ കിടക്കുന്നത് ആ ലൈബ്രറീസിനകത്ത് ആ ഒരു ലൈബ്രറീസ് എന്ന് പറയുന്ന ഫോൾഡർ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഡോസ് എന്ന് പറയുന്ന ഫോൾഡർ കാണാം. ഓക്കെ, ആ ഒരു ഡോസ് എന്ന് പറയുന്ന ഫോൾഡർ എടുത്തു കഴിയുമ്പോൾ പലതരത്തിലുള്ള ഡോസുകൾ കാണും. ഇതിനകത്ത് നമുക്ക് പലതരത്തിലുള്ള ഡോസുകൾ ഇങ്ങനെ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് വേണ്ടത് ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ വെക്കുന്ന ടൈപ്പ് ഡോർ ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ റെസിഡൻഷ്യൽ എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണാൻ പറ്റും. അത് എടുക്കുക. നിങ്ങളുടെ ലൈബ്രറി എവിടെയാണോ സേവ് ആയിരിക്കുന്നത് അവിടെ നിന്ന് തന്നെ എടുക്കണം കേട്ടോ. ഞാനിപ്പോ സേവ് ചെയ്തിരിക്കുന്നത് ഡോക്യുമെന്റ്സിലാണ് എന്റെ ലൈബ്രറിയുടെ ആ ഒരു ഫോൾഡർ സേവ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിനകത്തു നിന്നാണ് ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ലൈബ്രറീസ് എവിടെയാണോ സേവ് ചെയ്തിരിക്കുന്നത് അതിനകത്തായിരിക്കും ഡോർ എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടാവുക. അതിനകത്ത് നിന്ന് ഞാൻ റെസിഡൻഷ്യൽ എടുത്തു. ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ കണ്ടോ, പല പല ഡോസുകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഗ്ലാസ് ഉള്ള ഡോർ ഉണ്ട്, ഡബിൾ ഡോർ ഉണ്ട്, നോർമൽ ഡോസ് ഉണ്ട്. കണ്ടോ, ഞാൻ ഫ്രണ്ടിലായിട്ടുള്ള ഡോറാ വെക്കുന്നത്. അതായത് 100 സെന്റിമീറ്റർ വിഡ്ത്തും 210 ഹൈറ്റും ഉള്ള ഒരു ഡോറാണ് എനിക്ക് വേണ്ടത്. അപ്പൊ ഞാൻ ഈ കാണുന്ന ഈ ഡോറിനെയാണ് ലോഡ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഈ ഡോറിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യാൻ പോകുന്ന ഡോറിന്റെ സൈസ് എന്ന് പറയുന്നത് 100 × 210 ഡയമെൻഷൻ ഉള്ളതാണ്. ഒന്നുകിൽ നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. ഇവിടെ ആ ഒരു ഡയമെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്ത് കൊടുക്കാം. 100 × 210 ഉണ്ടോ എന്ന് നോക്കുക. ഇൻ കേസ് ചില സമയത്ത് അത് കാണത്തില്ല, നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇത് ഓക്കെ കൊടുത്തെങ്ങോ നമ്മൾ അതിനെ ഒന്ന് ലീവ് ചെയ്യുക. ലീവ് ചെയ്ത ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഡോർ ഇവിടെ ലോഡായി വന്നിട്ടുണ്ടാവും. കണ്ടോ, ആ ഞാൻ ലോഡ് ചെയ്ത ഡോറാണ് ഇവിടെ കാണുന്നത്. അതിനെ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, എഡിറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സൈസിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ ഞാൻ അതിനുവേണ്ടി എഡിറ്റ് ടൈപ്പിൽ പോയി നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ഞാൻ ഡോറിന് ഫസ്റ്റ് മെയിൻ ഡോർ ആണ്, സോ ഞാൻ അതിന് ടി എന്ന പേര് കൊടുത്തു. നമ്മുടെ ആ PDF-നകത്തും ഡോറിന്റെ പേര് കൊടുത്തിരിക്കുന്ന മെയിൻ ഡോറിന്റെ പേര് കൊടുത്തിരിക്കുന്നത് ഡി എന്നാണ്. സോ ആ ഡി എന്നൊരു പേര് കൊടുക്കുവാണ് ഞാൻ. ഡി എന്ന പേര് കൊടുത്ത് ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് ഹൈറ്റും വിഡ്ത്തും സെറ്റ് ചെയ്തു. എനിക്ക് വിഡ്ത്ത് വേണ്ടത് 100 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് വേണ്ടത് എത്രയാണ്, 210 സെന്റിമീറ്റർ ആണ്. ഞാൻ അത് ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഡി എന്ന് പറഞ്ഞിട്ട് ഒരു ഡോറ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നേരത്തെ കാണുന്ന ഡോറും ഉണ്ട്, അതുപോലെ തന്നെ നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത ഡി എന്ന് പറയുന്ന ഡോറും. ആ ഡോർ എടുക്കുക. നമുക്ക് എവിടെയാണോ എങ്ങനെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ പ്ലേസ് ചെയ്യാം. നമുക്ക് വേണ്ടത് ഇങ്ങനെ അകത്തോട്ട് കയറുന്ന രീതിയിലാണ് ആ ഡോർ ഇരിക്കുന്നത്. അപ്പൊ അതുപോലെ നമുക്ക് പ്ലേസ് ചെയ്യാം. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ തിരിഞ്ഞാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് അകത്തോട്ട് കയറുന്ന രീതിയിലാക്കണമെന്നുണ്ടെങ്കിൽ മൗസിന്റെ കഴ്സർ ജസ്റ്റ് കുറച്ചും കൂടെ മുകളിലോട്ട് മൂവ് ചെയ്യാം. അപ്പൊ നമുക്ക് കണ്ടോ അകത്തോട്ട് കയറുന്ന രീതിയിൽ നിൽക്കുന്നുണ്ട്. ചില കേസിൽ എനിക്ക് തിരിഞ്ഞാണ് എന്റെ ഡോർ വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓറിയന്റേഷൻ നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാനിപ്പോ എനിക്ക് നേരത്തെ കണ്ട പോലെ കാണണം. സോ ഞാൻ അഗൈൻ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്തു. നമുക്ക് കറക്റ്റ് ഇങ്ങനെയാണ് വേണ്ടത് ഡോറ്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ ഡോർ അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് 3D പോയി നോക്കാം. ഇതാണ് ഫ്രണ്ട് വ്യൂ. കണ്ടോ, നമ്മൾ കൊടുത്ത ഡോർ അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് PDF നോക്കാം. ബാക്കി ഇനി എവിടെയൊക്കെ ഡോസ് ഉണ്ട്. D1 എന്ന് പറയുന്ന ഡോർ ഈ ബെഡ്റൂമിനുണ്ട്. ഇവിടെ ഒരു ബെഡ്റൂമിനുണ്ട്. കിച്ചന്റെ പോർഷനില് വർക്ക് ഏരിയയിലൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ആ D1 എന്ന് പറയുന്ന ഡോർ സെറ്റ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അഗൈൻ റെവിറ്റിൽ വന്നു. ആർക്കിടെക്ചർ ടാബിലെ ഡോർ എടുത്തു. ഡോർ എടുത്ത ശേഷം ലോഡ് ഫാമിലിയിൽ പോയി ഞാൻ ഇവിടെ നിന്നിട്ട് വേറൊരു ടൈപ്പ് ഡോർ എടുക്കുവാണ്. ഈ ഒരു ടൈപ്പ് ഡോറാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് D1 ആയിട്ട്. ഞാൻ അത് സെലക്ട് ചെയ്തു, ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഇഗ്നോർ ചെയ്യാം. നമുക്കിത് ഓക്കെ കൊടുത്ത് ലീവ് ചെയ്യാം. ഓക്കെ കൊടുത്തു. അപ്പൊ ആ ഡോർ ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്. നമുക്ക് എഡിറ്റ് ടൈപ്പിൽ പോവാം.
ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഞാൻ അതിന് പേര് കൊടുക്കുന്നത് D1 എന്നാണ്. D1 എന്ന് പേര് കൊടുത്തു. അതിനുശേഷം നമുക്ക് വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്യാം. എനിക്ക് വിഡ്ത്ത് കൊടുക്കേണ്ടത് എത്രയാണ്? D1 ഡോറിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 90 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 210 സെന്റിമീറ്റർ ആണ്. സോ ഞാൻ വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്തു. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ആ ഡോർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലിന്ത് ലെവലിൽ വന്നിട്ട് എവിടേക്കാണോ ഡോർ വേണ്ടത് അവിടെ കൊടുക്കാം. ഇവിടെ ആയിട്ട് ബെഡ്റൂമിലായിട്ട് ഇങ്ങനെ ഒരു ഡോർ വന്നിട്ടുണ്ട്. അവിടെ ഞാൻ ഇങ്ങനെ വരയ്ക്കാൻ പോകും. ആ ഒരു ഡോർ വരച്ചു. നെക്സ്റ്റ് വേറെ എവിടെയൊക്കെ ഡോർ വരുന്നുണ്ട്? D1 ഡോർ പിന്നെ വരുന്നത് ഈ ഒരു ബെഡ്റൂമിലോട്ട് കയറുന്ന രീതിക്കാണ്. ഇവിടെ ആയിട്ട് ആ ഒരു ഡോർ വെച്ചു. അടുത്ത D1 ഡോർ വരുന്നത് കിച്ചണിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന രീതിക്കാണ്. അപ്പൊ ആ ഒരു ഡോർ വെക്കാം. ഇങ്ങനെയായിട്ട് കിച്ചണിൽ ഒരു ഡോർ വെച്ചു. നെക്സ്റ്റ് വരുന്നത് കിച്ചണിലോട്ട് വർക്ക് ഏരിയയിൽ നിന്ന് കിച്ചണിലോട്ട് കയറുന്ന രീതിക്കാണ്. ഞാൻ ഇങ്ങനെയായിട്ട് അവിടെ ഒരു ഡോർ വെച്ചു. ഇവിടെയും സെയിം ഒരു ഡോർ. D1 ഡോസുകളെല്ലാം നമ്മൾ ഇവിടെ വെച്ചു. ഇനി നമുക്ക് D2 ഡോസ് ഉണ്ട്, അതായത് ടോയ്ലറ്റ് ഡോസ് ആണ്. ആ ടോയ്ലറ്റ് ഡോസും കൂടെ നമുക്ക് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് റെവിറ്റിൽ വരാം, ആർക്കിടെക്ചറിൽ ഡോർ എടുക്കുക, നോൺ ഫാമിലി എടുക്കുക, അടുത്ത ഏതെങ്കിലും ഒരു ടൈപ്പ് ഡോർ സെലക്ട് ചെയ്യാം. ഈ ഒരു ടൈപ്പ് ഡോർ ഞാൻ സെലക്ട് ചെയ്തു. ഓപ്പൺ ഡോർ എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പൊ ആ ഒരു ഡോർ ഇവിടെ കാണിക്കും. അതിന് ഞാൻ എഡിറ്റ് ടൈപ്പിൽ പോയി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. അതിന് പേര് കൊടുക്കുന്നത് D2 എന്നാണ്. D2 എന്ന് പേര് കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്യാം. വിഡ്ത്ത് നമുക്ക് വേണ്ടത് 80 സെന്റിമീറ്റർ തന്നെയാണ്. ഹൈറ്റ് വേണ്ടത് എത്രയാ? 210 ഹൈറ്റ് ആണ്. ജസ്റ്റ് 210 കൊടുക്കുക. ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബാത്റൂമിൽ എവിടെയൊക്കെയാണോ വേണ്ടത് അവിടെ കൊടുക്കുക. ഇവിടെ ആയിട്ടൊരു ഡോർ ഉണ്ട്. ഇങ്ങനെ ആയിരിക്കുന്നത്. ഞാൻ അവിടെ ഒരു ഡോർ കൊടുത്തു. അതുപോലെ ഈ ഒരു ബെഡ്റൂമിൽ ഇവിടെയുണ്ട് ഇങ്ങനെ ഒരു ഡോർ. ഓക്കെ, അപ്പൊ നമ്മുടെ ഡോർസുകളെല്ലാം വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വെക്കേണ്ടത് എന്താണ്? വിൻഡോ ആണ്. അത് ഈ സെയിം രീതിയിൽ തന്നെ നമുക്ക് വിൻഡോയും പ്ലേസ് ചെയ്യാം. വിൻഡോ പ്ലേസ് ചെയ്യാനായിട്ട് ആർക്കിടെക്ചർ ടാബിനകത്ത് ഡോറിന് തൊട്ടടുത്തായിട്ട് വിൻഡോ എന്ന് പറയുന്നൊരു ടൂൾ ഉണ്ടാവും. അതെടുക്കുക. നേരത്തെ പോലെ നിങ്ങൾ എടുക്കുന്ന ടൈമിൽ ചിലപ്പോൾ ഈ ഒരു കാണുന്ന എല്ലാ വിൻഡോസും കാണത്തില്ല. അത് ഞാൻ ചെയ്ത് വെച്ചാണ്. ചിലപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഈ ഒരു M ഫിക്സഡ് എന്ന് പറയുന്ന ടൈപ്പ് ആയിരിക്കും ഉണ്ടാവും. ഈ ഒരു ടൈപ്പേ കാണത്തുള്ളൂ. നമ്മൾ പുതിയ ടൈപ്പ് ലോഡ് ചെയ്യാനായിട്ട് ലോഡ് ഫാമിലിയിൽ പോവുക. അപ്പൊ ഞാൻ നിൽക്കുന്നത് ഡോർ എന്ന് പറയുന്ന ഫോൾഡറിലാണ്. ഞാൻ അത് മാറ്റിയിട്ട് അതിനകത്ത് തന്നെ വിൻഡോസ് എന്ന് പറയുന്ന വേറെ ഫോൾഡർ ഉണ്ടാവും. അതായത് US മെട്രിക് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് വിൻഡോസ് എന്ന് പറയുന്ന അടുത്ത ഫോൾഡർ ഉണ്ടാവും. അതെടുക്കുക. അതെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വിൻഡോസ് ഇവിടെ കാണാം. നമുക്കൊരു W3 വിൻഡോ ആണ് ഇപ്പൊ ആദ്യം ഞാൻ ഓപ്പൺ ആക്കുന്നത്. എല്ലാം 3 പാനലുള്ള ഒരു വിൻഡോ ആണ് വേണ്ടത്. ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ എടുത്തിട്ട് പറഞ്ഞു. അപ്പൊ എനിക്കിപ്പോ ലൈബ്രറീസ് എടുക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹാങ് ആവുന്നുണ്ട്. നോക്കട്ടെ, അതൊന്ന് ക്ലോസ് ചെയ്തിട്ട് പറഞ്ഞു. വിൻഡോസ് ഓൾറെഡി ഞാൻ നേരത്തെ ഓപ്പൺ ആക്കിയ ഫയൽ തന്നെയാണ്, പക്ഷെ
ഞാനിത് ഓൾറെഡി ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോണ്ട് ആവശ്യമില്ലാത്ത നിങ്ങൾക്ക് എടുക്കാനുള്ള പോർഷൻ വരെയുള്ളത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടാണ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതോ ഞാൻ സേവ് ചെയ്യാത്തതുകൊണ്ട് പഴയ പോലെ തന്നെ കാണുന്നതാണ്. വിൻഡോസ് പ്ലേസ് ചെയ്യുന്നോട്ട് പറഞ്ഞു. അപ്പൊ നമുക്ക് വിൻഡോസ് പ്ലേസ് ചെയ്യാനും നേരത്തെ ഡോർ പ്ലേസ് ചെയ്ത പോലെ തന്നെയാണ്. ആർക്കിടെക്ചറിൽ വിൻഡോ എടുക്കുക, ലോഡ് ഫാമിലിയിൽ പോവുക. ഞാൻ നേരത്തെ പറഞ്ഞ ടൈപ്പ് ലൈബ്രറീസിനകത്ത് US മെട്രിക് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് US മെട്രിക് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് വിൻഡോസ് എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ട്. അതിൽ ഏത് ടൈപ്പ് ആണോ വേണ്ടത് അതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഓൾറെഡി ഇവിടെ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വിൻഡോ എടുത്ത് കൊടുക്കുവാണ്. എനിക്ക് ലൈബ്രറീസിൽ കയറുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഹാങ് ആയിക്കൊണ്ടിരിക്കും. ഞാൻ ഓൾറെഡി നമ്മൾ ഡോർ ലോഡ് ചെയ്തില്ലേ, അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള വിൻഡോ സെലക്ട് ചെയ്യുക, അത് ലോഡ് ചെയ്തിട്ട് കൊടുത്താൽ മതിയേ. പിന്നെ ക്ലോസ് ഡോർ ലോഡ് വിൻഡോ ലോഡ് ചെയ്താൽ മതി കേട്ടോ. എനിക്കിപ്പോ ആ ഒരു ലൈബ്രറി എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഹാങ് ആവുകയാണ്. ഞാൻ എന്തായാലും ഇതിനകത്ത് ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വിൻഡോസ് തന്നെ കൊടുക്കാൻ പോവാണ് കേട്ടോ. അല്ലാതെ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല അത്. അപ്പൊ നമുക്ക് എങ്ങനെ വിൻഡോസ് പ്ലേസ് ചെയ്യാൻ നോക്കാം. വിൻഡോസ് പ്ലേസ് ചെയ്യാനായിട്ട് പ്രിന്റ് ലെവലിൽ തന്നെ വരാം, നമ്മൾ ഡോർ പ്ലേസ് ചെയ്ത പോലെ. എന്നിട്ട് ഡോറിന് വിൻഡോ ആർക്കിടെക്ചർ ടാബിൽ വിൻഡോ എടുക്കുക, നമ്മൾ ലോഡ് ഫാമിലിയിൽ പോയിട്ട് ലോഡ് ചെയ്ത് എടുക്കാം. ഓക്കെ, നമ്മൾ ഏതാണോ വേണ്ടത് അത് ലോഡ് ചെയ്ത് എടുക്കാം. ഓൾറെഡി ഞാൻ W1 W2 3 ഒക്കെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഒരു ടൈപ്പിന് തന്നെ സെലക്ട് ചെയ്യുവാണ്. ഈ ഒരു ടൈപ്പിന് സെലക്ട് ചെയ്തു. നമുക്ക് വേണ്ടത് എങ്ങനെയാണോ ആ ഒരു ഡയമെൻഷനിലോട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് എഡിറ്റ് ടൈപ്പിൽ പോവുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഇപ്പൊ ഞാൻ ഇതിപ്പോ W3 വിൻഡോ ആണ്, അതായത് ഒരു 3 പാനലുള്ള വിൻഡോ ആണ് ഞാൻ ലോഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ W3 വിൻഡോന്ന് അതിന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പേര് കൊടുത്തു. അതിനുശേഷം W3ക്കുള്ള വിഡ്ത്തും ഹൈറ്റും എത്രയാണ്? W3 എന്ന് പറയുമ്പോൾ 3 പാനൽ ഉള്ളതാവുമ്പോൾ അതിന്റെ വിഡ്ത്ത് വരുന്നത് 150 ആയിരിക്കും. നമ്മൾ ഹൈറ്റ് കൊടുക്കുന്നത് 150 ആയിരിക്കും. W3ന്റെ ഡയമെൻഷൻ 150/150 ആണ്. ഞാൻ അത് കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോഴേക്കും കണ്ടോ W3 വിൻഡോ ഞാൻ ക്രിയേറ്റ് ചെയ്തത് ഇവിടെ ലോഡായി. അതിനെ നമുക്ക് എവിടെയൊക്കെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് വെക്കാം. ബെഡ്റൂമിലായിട്ട് 2 സ്ഥലത്തുണ്ട്. ഇപ്പൊ ഞാൻ റവിറ്റിൽ വന്നു, ഇവിടെ ബെഡ്റൂമിലായിട്ട് ഇങ്ങനെ വെക്കുവാണ്. അപ്പൊ നമ്മളിങ്ങനെ കൊണ്ട് പ്ലേസ് ചെയ്യുന്ന സമയത്ത് എത്ര ഡിസ്റ്റൻസിലാണ് അത് ഇരിക്കുന്നത്, ബോളിന്റെ 2 എൻഡിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് കറക്റ്റ് സെന്ററിൽ ഇങ്ങനെ കൊണ്ട് പ്ലേസ് ചെയ്യാം. നമ്മൾ വെക്കുന്ന അനുസരിച്ചിട്ടുള്ള ഡയമെൻഷൻ അവിടെ കാണിക്കും കേട്ടോ. ഞാനത് കറക്റ്റ് സെന്ററിലായിട്ട് പ്ലേസ് ചെയ്തു. ഇവിടെയും നമുക്ക് അതുപോലെ കാണിക്കും. ഇത് ഞാൻ കറക്റ്റ് സെന്ററിലായിട്ട് പ്ലേസ് ചെയ്തു. പിന്നെ W3 വിൻഡോ വരുന്നത് എവിടേക്കാന്ന് നോക്കാം. ഇനി ഈ ഒരു ബെഡ്റൂമിലായിട്ട് W3 വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡൈനിങ്ങിന്റെ ഈ പോർഷനിലായിട്ട് വരുന്നുണ്ട്. നമുക്ക് അവിടെ നോക്കാം. ഞാൻ ഇവിടെ ആയിട്ട് W3 വിൻഡോ കൊടുത്തു. ഡൈനിങ്ങിന്റെ ഈ പോർഷനിലും W3 വിൻഡോ. പിന്നെ നമുക്ക് വരുന്നത് കിച്ചൺ വിൻഡോയാണ്. കിച്ചണിലും ഒരു W3 വിൻഡോ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ കിച്ചണിൽ കൊടുക്കുന്ന W3 വിൻഡോയ്ക്ക് നമ്മൾ നോർമലി കൊടുക്കുന്ന വിൻഡോയുടെ ആ സെയിം ഹൈറ്റ് ആയിരിക്കത്തില്ല വരുന്നത്. അപ്പൊ അത് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഞാൻ എഗെയിൻ എഡിറ്റ് ടൈപ്പിൽ പോയി ആ W3 നമ്മൾ ക്രിയേറ്റ് ചെയ്ത W3 വിൻഡോയിൽ തന്നെ സിലക്ട് ചെയ്തു, എഡിറ്റ് ടൈപ്പ് പോയി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. കിച്ചൺ വിൻഡോ W3 കിച്ചൺ KW3 വിൻഡോ എന്ന് കൊടുക്കുവാണ് ഞാൻ. അതിനുശേഷം ഓക്കെ കൊടുത്തു. അഗെയിൻ നമ്മളിവിടെ സെറ്റ് ചെയ്യേണ്ടത് എന്താണ്, മാറ്റി കൊടുക്കേണ്ടത് ഹൈറ്റ് ആണ്. കിച്ചണിലുള്ള വിൻഡോക്ക് 150 സെന്റിമീറ്റർ ഹൈറ്റ് വരത്തില്ല, 100 ഒക്കെ വരത്തുള്ളൂ. അപ്പൊ ഞാൻ ഹൈറ്റ് 100 ആക്കി. അതിനുശേഷം ഓക്കെ കൊടുത്തു. കിച്ചണിൽ എവിടെയാണോ നമുക്ക് വിൻഡോ വരേണ്ടത് അവിടെ ആയിട്ട് ആ ഒരു വിൻഡോ കൊടുക്കുക. അപ്പൊ കിച്ചണിൽ ആ ഒരു കിച്ചൺ വിൻഡോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്, W4 വിൻഡോ വരുന്നുണ്ട്, പിന്നെ ഒരു W2 വിൻഡോയും വരുന്നുണ്ട്. ഈ 2 W4 വിൻഡോസ് നമുക്ക് കൊടുക്കാം. നമ്മൾ എന്ത് ചെയ്യണം, ആർക്കിടെക്ചർ ടാബിൽ വിൻഡോ എടുക്കുക, ലോഡ് ഫാമിലിയിൽ പോവുക, അവിടെ നിന്ന് വിൻഡോ എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് നിന്ന് W4 വിൻഡോ നമുക്ക് എടുക്കാം. അപ്പോഴേക്കും അതിവിടെ ഇങ്ങനെ ലോഡായി വരും.
ഇതാണ് ആ ഒരു വിൻഡോ. അതിനെ നമ്മൾ എന്ത് ചെയ്യാം, എഡിറ്റ് ടൈപ്പിൽ പോവാ, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. W4 വിൻഡോ എന്ന് ഞാൻ പേര് കൊടുത്തു. എന്നിട്ട് W4 ആകുമ്പോഴത്തേക്കും നമ്മൾ കൊടുക്കുന്ന 4 പാനൽ ആയതുകൊണ്ട് തന്നെ അതിന് കൊടുക്കുന്ന വിഡ്ത്ത് എത്രയായിരിക്കും, 200 ആയിരിക്കും. 200 വിഡ്ത്ത് കൊടുക്കുക. ഹൈറ്റ് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 150 ഹൈറ്റ് തന്നെയാണ് കൊടുക്കുക. സോ ഞാൻ 150 കൊടുത്തു, കൊടുക്കുക. അപ്പോഴേക്കും W4 ക്രിയേറ്റ് ആയിട്ടുണ്ട്. W4 ഇതാ ഈ ഒരു ബെഡ്റൂമിന്റെ പോർഷനിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഈ ഒരു ലിവിംഗ് ഏരിയയുടെ പോർഷനിൽ ആ ഡോറിന് അടുത്തായിട്ട് ഞാനിവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്തു. പിന്നെ വരുന്നത് എന്താണ്, ഇവിടെ വെന്റിലേഷൻ വരുന്നുണ്ട് അല്ലെ. ആ ഒരു വെന്റിലേഷൻ വരയ്ക്കാം. വെന്റിലേഷന് വേണ്ടിയിട്ട് റെവിറ്റിനകത്ത് വന്നു. നമ്മൾ എന്ത് ചെയ്യുക, ആർക്കിടെക്ചർ ടാബിൽ വിൻഡോ എടുക്കുക, ലോ ഫാമിലിയിൽ പോവുക, വിൻഡോ എന്ന് പറയുന്ന ഫോൾഡർ എടുക്കുക. അതിനകത്ത് നിന്ന് നമ്മുടെ ആ ഒരു വെന്റിലേഷന്റെ വിൻഡോ കണ്ടുപിടിക്കുക. നമ്മൾ മൗസിന്റെ കഴ്സർ ഇങ്ങനെ കൊണ്ട് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ പ്രിവ്യൂ കാണാൻ പറ്റും. അപ്പൊ അതിന് ഏതാണ് വിൻഡോ എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് വിൻഡോ ഈ ഒരു ടൈപ്പ് വെന്റിലേഷനാണ് കൊടുക്കുന്നത്. ഞാൻ അതിനെ സെലക്ട് ചെയ്തു, എഡിറ്റ് ടൈപ്പ് പോയി, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, വെന്റിലേഷന് V എന്ന് ടൈപ്പ് ചെയ്തു, അല്ലെങ്കിൽ V1 എന്നോ V1 എന്ന് ടൈപ്പ് ചെയ്തു, വെന്റിലേഷന്റെ നെയിം അത്ര അതാ കൊടുക്കുന്നത്. അതിനുശേഷം വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്ത് കൊടുക്കാം. എനിക്ക് വേണ്ട വിഡ്ത്ത് എന്ന് പറയുന്നത് 60 സെന്റിമീറ്റർ, ഹൈറ്റ് 50 ആണ് വേണ്ടത്. സോ ഞാൻ ആ ഒരു രീതിക്ക് സെറ്റ് ചെയ്തു. അതിനുശേഷം ഓക്കെ കൊടുത്തു. ആ ഒരു വെന്റിലേഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. എവിടെയൊക്കെയാണോ വെന്റിലേഷൻ വേണ്ടത് അവിടെ ജസ്റ്റ് പ്ലേസ് ചെയ്തു. നമുക്ക് ഈ ഒരു ടോയ്ലറ്റ് വരുന്ന പൊസിഷനിലാണ് വെന്റിലേഷൻ വരുന്നത്, അവിടെ ക്ലിക്ക് ചെയ്യും. നമ്മൾ 3D വരുവാണ്. നമ്മൾ കൊടുത്ത വിൻഡോസ് ഒക്കെ കാണാൻ പറ്റും. പക്ഷേ നമ്മൾ കൊടുത്ത വിൻഡോസ് ഒന്നും കറക്റ്റ് ലിൻഡൽ ലെവലിലല്ല ആയിരിക്കുന്നത് അല്ലെ. എല്ലാം വേറൊരു ലിൻഡലിനേക്കാളും കുറച്ചും കൂടെ മുകളിലോട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഈ വിൻഡോസിനെ എല്ലാം നമ്മുടെ ലിൻഡൽ ലെവലിലോട്ട് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എന്ന് വെച്ചാൽ ഈ ഒരു വിൻഡോയെ സെലക്ട് ചെയ്യുക. വിൻഡോ സെലക്ട് ചെയ്യുമ്പോഴേക്കും ഏറ്റവും താഴെയായിട്ട് ഹെഡ് ഹൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് പറ്റും. അതിപ്പോ നിൽക്കുന്നത് 40 സെന്റിമീറ്ററിലാണ്. അത് മാറ്റിയിട്ട് എത്ര ആക്കി കൊടുക്കാം, 210 ആക്കി കൊടുക്കുക. കാരണം നമ്മൾ 210 ലെവലാണ് നമ്മുടെ ഹെഡ് ഹൈറ്റ് നിൽക്കേണ്ടത്, അതായത് ലിൻഡൽ ലെവലില്. സോ ഞാൻ 210 ആക്കി കൊടുത്തു. അതിനുശേഷം മൗസിന്റെ കഴ്സർ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക. അപ്പോഴേക്കും ആ ഒരു വിൻഡോ 210 ഹൈറ്റിലോട്ട് സെറ്റ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ ഓരോ വിൻഡോയും സെലക്ട് ചെയ്തിട്ട് 210 ആക്കുക എന്ന് പറയുന്നത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ W4 വിൻഡോ 2 സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ഒരേ ടൈപ്പ് W4 തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരേ ടൈപ്പ് ഉള്ളതിനെ ഒരൊറ്റ ടൈമിൽ സെലക്ട് ചെയ്യാം, ഒന്നിച്ച് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പൊ ഞാൻ W4 2 സ്ഥലത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ രണ്ട് വിൻഡോയെ നമുക്ക് ഒന്നിച്ച് സെലക്ട് ചെയ്തിട്ട് വാല്യൂ ഒരുമിച്ച് തന്നെ മാറ്റി കൊടുക്കാൻ പറ്റും. അങ്ങനെ എങ്ങനെ സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു W4 വിൻഡോയെ സെലക്ട് ചെയ്യാം, ഏതെങ്കിലും ഒരെണ്ണത്തിൽ സെലക്ട് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്കിവിടെ സെലക്ട് ഓൾ ഇൻസ്റ്റൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്കിവിടെ വിസിബിൾ ഇൻ വ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് സെയിം പ്രോപ്പർട്ടീസ് ഉള്ള കാര്യങ്ങൾ സെലക്ട് ആവും. ഇപ്പൊ ഇതാ ഈ രണ്ട് വിൻഡോയും ഒരേ പ്രോപ്പർട്ടി ഉള്ള W4 എന്ന് പറയുന്ന വിൻഡോ ആണ്. അത് സെലക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡയറക്റ്റ് ഹെഡ് ഹൈറ്റ് എത്ര ആക്കി കൊടുക്കാം, 210 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും ഒരുമിച്ച് 210 കണ്ടുകൊണ്ടും. സിമിലർലി ഇതാ W3 വിൻഡോയിൽ നമ്മൾ ഒരുപാട് സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. W3 വിൻഡോയെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെലക്ട് ഓൾ ഇൻസ്റ്റൻസ് കൊടുക്കുക, വിസിബിൾ ഇൻ വ്യൂ എടുത്തു കഴിഞ്ഞാൽ ഒരേപോലുള്ള വിൻഡോസ് എല്ലാം സെലക്ട് ആയിട്ടുണ്ട്. അതിന്റെ ഹെഡ് ഹൈറ്റ് മാറ്റി എത്ര ആക്കി കൊടുക്കുക, 210 ആക്കി കൊടുക്കുക. എന്നിട്ട് മൗസിന്റെ കഴ്സർ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് ഇത്രയായിട്ടുണ്ട്, 210 ഹൈറ്റിലോട്ട് സെറ്റ് ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഓരോന്നിനെയും ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പൊ നമുക്കൊരു വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു 2 സ്ഥലത്താണ് വെന്റിലേഷൻ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ ഒരു വെന്റിലേഷൻ സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, സെലക്ട് ഓൾ ഇൻസ്റ്റൻസ് കൊടുത്തു, വിസിബിൾ ഇൻ വ്യൂ കൊടുത്തു, ഹെഡ് ഹൈറ്റ് മാറ്റിയിട്ട് എത്ര കൊടുത്തു, 210 കൊടുത്തു. അപ്പൊ കണ്ടോ അത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കിച്ചൺ വിൻഡോ ഒരു സ്ഥലത്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ ഒരു കിച്ചൺ വിൻഡോയെ സെലക്ട് ചെയ്തു, ഹെഡ് ഹൈറ്റ് മാറ്റി കണ്ടോ. ഇങ്ങനെ നമുക്ക് ഒരേ പ്രോപ്പർട്ടീസ് ഉള്ള എന്തിനാണെങ്കിലും, ഇപ്പൊ വോൾ ആയാലും വിൻഡോ ആയാലും ഡോർ ആയാലും ഒരേ പ്രോപ്പർട്ടീസ് ഉള്ളതിനെ നമുക്ക് ഒന്നിച്ചിങ്ങനെ സെലക്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ ഒരു വാളിനെ സെലക്ട് ചെയ്യുകയാണ്. ഈ പ്രോപ്പർട്ടീസ് ഉള്ള വേറെ ഏതൊക്കെ വാളിനെ എനിക്ക് സെലക്ട് ചെയ്യാം, എല്ലാ വാളിനെയും സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ വാളിനെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, സെലക്ട് ഓൾ ഇൻസ്റ്റൻസ് കൊടുക്കുക, വിസിബിൾ ഇൻ വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ സെയിം പ്രോപ്പർട്ടീസ് ഉള്ള എല്ലാ വാൾസുകൾ മാത്രമായിട്ട് ഇങ്ങനെ സെലക്ട് ആവും. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു ഡോർ സെലക്ട് ചെയ്യാണ് ഞാൻ, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെലക്ട് ഓൾ ഇൻസ്റ്റൻസ് കൊടുക്കുക, വിസിബിൾ ഇൻ വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ
ആ സെയിം പ്രോപ്പർട്ടീസ്, ആ സെയിം ഡോർ എവിടെയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ദാ ഇവിടെ സെലക്ട് ആകുന്നുണ്ടോ. ബ്ലൂ കളർ കാണിക്കഡ് ആയി എന്നുള്ളത് കാണിക്കാനുണ്ട്. ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ?